ഇത് നോക്ക് അമ്മ. ഹലോ ഹേ ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. വോക്കറൗണ്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറെ നാളുകൾക്ക് ശേഷം ഒരു ലോങ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഒരു ഈവനിങ് ഫാമിലിക്കായി ഒന്ന് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു യാത്രയുടെ കാഴ്ചകളാണ് ഈ വീഡിയോയില്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഡ്രൈവിന് ശേഷം അലിസു ബീച്ചിൽ പോകാനാണോ? ബീച്ചിൽ പോകാനാണോ? ബീച്ച് എവിടെയാ? എവിടെ? അവിടെയാണ് ബീച്ച്. അറിയൂ റെഡി? കോസ്റ്റ്യൂം മാറണ്ടേ? ബീച്ച് ഡ്രസ്സാണത്? അല്ല, നിങ്ങൾ ബീച്ച് ഡ്രസ് ഇടാം. ബീച്ച് ഡ്രസ് ഇടാം. ഓക്കെ. അപ്പൊ ഞങ്ങൾ ബീച്ച് ഡ്രസ് ഇട്ട് ഞങ്ങൾ ബെൻറ്റി ഡേവിസ് ഐലൻഡ് ബീച്ചിലാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടെ ചാനലിലെ റീൽസിൽ ഈ ബീച്ച് നമ്മൾ കവർ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ പിള്ളേരെയും കൊണ്ട് ഇതേ അനോറൊക്കെ കണ്ടില്ലേ? അന്നറ ബീച്ച് മൂടാണോ? ബീച്ച് മൂടാണോ? ബീച്ച് മൂടാണ്. ബീച്ച് മൂടാണോ? ഓക്കെ, ബീച്ച് മൂടാണ്. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നേരെ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞങ്ങൾ അലിസു പൂൾ ഡ്രസ്സ് റെഡിയാണോ? ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം വാ. ബെൻറ്റി ഡേവിസ് ബീച്ച് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടാംബയോടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ബീച്ച് ഏരിയയാണ്. നല്ല അടിപൊളിയായിട്ട് സൺസെറ്റൊക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് നേരെ കാണുന്ന ആ ബ്രിഡ്ജാണ് നമ്മുടെ ഓൾഡ് ടാംബയെയും ക്ലിയർ വാട്ടറിനെയും കണക്ട് ചെയ്യുന്ന കോട്ട്നി ക്യാമ്പൽ കോസ്വേ. അതിൻ്റെ തീരത്താണ് ഈ ബീച്ച് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മനോഹരമായ ഈ ബ്രിഡ്ജ് കാണാൻ പറ്റും. 10 മൈലാണ് ആ ബ്രിഡ്ജിൻ്റെ നീളം. ആ ബ്രിഡ്ജിൻ്റെ അടിയിലായിട്ടാണ് നമ്മളിവിടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വന്നിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഫാമിലീസ് കുട്ടികളൊക്കെ കൊണ്ടുവരാൻ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു ബീച്ചാണ്. കാരണം ഇതിൻ്റെ വെള്ളമൊക്കെ വളരെ കുറച്ച് വെള്ളമുള്ളൂ. നമുക്ക് ഒരുപാട് ദൂരം ആ വെള്ളത്തിലേക്ക് നടക്കാൻ പറ്റും. ഞാനിത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നോക്ക്, കാല് നോക്ക്, നോക്കി ഇറങ്ങട്ടാ. ബീച്ച് ടൂൾസ് ആണ് ഇതൊക്കെ. അലിസ് ക്യാപ്പ് വെക്കി. അലിസുവോ ക്യാപ്പ് വെക്കി. ചൂടല്ലേ? ആടാ, നിന്റെ ബാഗിന്റെ കൂടെ ചേർത്ത് വെക്കടാ. അങ്ങോട്ട് ചേർത്ത് വെച്ചോ. ഓക്കെ, കമോ ലെറ്റ്സ് ഗോ. കുഞ്ഞു കുട്ടീനാണ്ടോ? How many months? Her, she is 11 months. She's just 10 really months. tiny. Oh yeah. Hello, hey. അനോറ ഇത് കണ്ട നീ 11 മന്ത് ബേബിയാണത്. നീ 10 മന്ത് ബേബി അല്ലേ? നീ 10 മന്ത് ബേബി. അനോറ ബീച്ചാണോ? അനോറ ബീച്ച് ചൂടുണ്ടോ വെള്ളം? 11 മാസമുള്ള കുട്ടി കഴിഞ്ഞാൽ ആ ചേച്ചി വന്നിട്ടുള്ളത്. നമ്മളും വീഴാൻ പോകണം. അല്ല, ഈ ബീച്ചാണല്ലേ നമ്മളിങ്ങനെ നടക്കാം, അങ്ങറ്റം വരെ നടക്കാം. കുറച്ച് ദൂരം അങ്ങ് നടക്കാൻ പറ്റും. അമേരിക്കയിൽ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പരിപാടി എന്ന് പറയുന്നത് ഇതാണ് ബീച്ച്. ഈ ബീച്ചിനോട് ചേർന്നത് ഈ റാമ്പെല്ലാം കയറി നമുക്ക് റെസ്റ്റ് റൂം എടുക്കാനുള്ള ഒരു ബെഞ്ചും കാര്യങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാനുള്ള സംഭവമുണ്ട്. ഇവിടുന്ന് കയറി വന്നു കഴിഞ്ഞാൽ നല്ല റെസ്റ്റ് റൂംസ്. നമുക്ക് ഇപ്പോൾ അമ്മയില്ല, മക്കളെയും കൊണ്ട് നമ്മൾ വരികയാണെങ്കിൽ തന്നെ മെൻസ് ബാത്റൂം കയറി കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ ഒരു ടേബിളുണ്ട്. പിള്ളേരെ സ്നാക്കിങ് കാര്യങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ടേബിള്. അതുപോലെ നല്ലൊരു റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഇത് ആണുങ്ങളുടെ കേട്ടോ. ആണുങ്ങളിപ്പം മക്കളെ കൊണ്ടുവന്ന് നമുക്ക് സ്നാക്കിങ് മാറാനും ഇവിടെ ഈവനിങ്ങും ഒക്കെ സ്പെൻഡ് ചെയ്യാനും ഒരു പ്രോബ്ലം ഇല്ല. അതുപോലെ തന്നെ ലേഡീസിൻ്റെ ഉണ്ട്. വുമൻസിന് 2 അവിടെ കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് സ്നാക്കിങ് മാറാനുള്ള ടേബിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീൽ ചെയർ അസിസ്റ്റൻസ് ഇവിടെ ഉണ്ട് സെപ്പറേറ്റ്. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ബീച്ചിനോട് ചേർന്ന് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിൽ വന്നാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ല. നമുക്ക് മക്കളെയൊക്കെ കൊണ്ടുവരാം. മക്കളെ കൊണ്ടുവന്ന് ബീച്ച് എൻജോയ് ചെയ്യാം. ഈ സൺസെറ്റ് എൻജോയ് ചെയ്യാം. അപ്പോൾ സൺസെറ്റിൻ്റെ സമയം ആവണേ ഉള്ളൂ. സൺസെറ്റ് ഇവിടെ നമ്മൾ സൂര്യൻ ഇവിടെ എവിടെയോ ഈ മണ്ടയിൽ എവിടെയോ സൂര്യൻ നിൽക്കുന്നു സൂര്യൻ. അപ്പോൾ സൺസെറ്റൊക്കെ കണ്ട് നമുക്കൊരു ഈവനിങ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും.
അപ്പോൾ നമുക്ക് അതാണ് ഇവിടെ ഒരു എനിക്ക് ബീച്ചുകൾ നമ്മുടെ നാട്ടിലും ഇതുപോലെ ബീച്ചിനോട് ചേർന്ന് നല്ലൊരു റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇത് കൗണ്ടിയുടെ ആയിരിക്കാനാണ് സാധ്യത. നമുക്ക് പ്രൈവറ്റ് ചെയ്യുക, പ്രൈവറ്റ് കമ്പനിക്ക് കൊടുത്താൽ നമുക്ക് ഇതുപോലെ റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനോട് കൂടി ചേർന്ന് റെസ്റ്റോറൻറ്റ് ഉണ്ട്. നേരെ നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി വിശക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതെ ആ കാണുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ആ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാം. അവിടെ നേരെ നിന്നാലും നമുക്ക് സൺസെറ്റ് കാണാം, ആ ബ്രിഡ്ജ് കാണാം. കണ്ടില്ലേ ഇതേ റെസ്റ്റോറൻറ്റ്, അതിന് ചേർന്ന് നിൽക്കുന്ന ബ്രിഡ്ജ്. നമുക്കിവിടെ ആ ഒരു ആംബിയൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് നമ്മുടെ ബ്രസീൽ ഫാൻസ് they all from Brazil, but he's from Brazil, but he's a fan of Messi. Messi, he's also from Brazil. Yeah, so നമ്മളെല്ലാവരും ഇവിടെ ഫുട്ബോൾ എയിമിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഫുട്ബോൾ ലഹരിയാണ്. They are all from the jersey, Brazil jersey and Inter Miami because he's a fan of Messi. He is also from Brazil. He's an old Brazil fan. All Brazil friends. Our father. Your father? Your father. Really? My father. Yeah. Our father. Really? Yeah. That's what you said. Dei pra caralho agora. Yeah. YouTube, Nice to meet you. YouTube. Nice to meet you. Nice to YouTube. meet you. Tá gravando pro YouTube, recording for YouTube. Yeah, so I'm also the die-hard fan of Brazil. Seriously. Yeah, so we have 5 World Cup in our hand. 5 World Cup in our hand. We'll see. Okay. Nice man. Nice to meet you guys. Nice to meet you. Nice to meet you. Nice to meet Foi you. deixado no YouTube. Fala com ele aí, ó. Fala com ele. Fala com ele aí. Olha aqui. What? Dá mergulho. Swim? You ready to swim? We're gonna swim. Really? You guys from Tampa or like a very? We arrived at Tampa today, but tomorrow. You watching football? Watching football on the bar. On the we bar. go Então, só pra saber. tomorrow to Miami. Ô, Rola, só Miami. Ó, Watch gente. the Brazil and Scotland Brazil. Wednesday. Yeah, Wednesday. So you going to watch the football? Yes. You got the tickets? Aqui, ó. Tira uma foto com ele. Go and buy. Tira uma foto com ele. Yeah, okay. So you guys coming? Roubar nosso carro So you ali. are not living in US. You just visiting Olha pra cá, for olha pra FIFA. cá. Olha pra cá. Oh, really? Yeah, Como okay. você sai na Esse aqui é foto? അവര് ബ്രസീലിൽ നിന്ന് ഫിഫ വേൾഡ് കപ്പ് കാണാൻ വന്നിട്ടുള്ളതാണ്. അവര് എന്നോട് ചോദിച്ചാൽ ഏത് ഫാനാന്ന് ചോദിച്ചാൽ എന്നോട് ഞാൻ നേരെ നമ്മൾ ബ്രസീലാണല്ലോ, അപ്പോൾ അത് മാറ്റമൊന്നുമില്ല, ബ്രസീൽ ഫാനാന്ന് പറഞ്ഞു. അവർക്ക് സ്ഥലത്ത് ഒരാൾ നെയ്മർ ഫാൻ അല്ല മെസ്സി ഫാനാണ്. ആളതിന് ജേഴ്സി ഇട്ട് വെച്ചിട്ട് നിൽക്കണേ. നമ്മുടെ പിള്ളേരവിടെ പോയി അവിടെ ഉണ്ടല്ലേ. അലിസ് കളിക്കണോ? ഇവിടുന്ന് ഇരുന്ന് കളിക്കണേ? നമുക്ക് വെള്ളത്തിലിറങ്ങാം. വേണ്ടേ? എന്തൊരു ചെയ്യണം അപ്പോൾ? അമ്മേ എന്തുണ്ടാക്കിയത്? ഈശോ ഈ നോട്ടെ അമ്മോ അതുണ്ടാക്കിയ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം മണം ഇറങ്ങിയാൽ തിരിച്ചു വെക്കുക. എന്തുണ്ടാക്കണേ? അത് മാറ്റി മണ്ണ് മാത്രം എടുക്കും മണിയെ പപ്പ എടുത്ത് തരണ. ഓക്കെ. നല്ല കളർഫുൾ ആയിട്ട് പപ്പയും മോളും. നമ്മളെ തേടി ജെസ്കി വന്നിട്ടാ. ഈ ജെസ്കി ചേട്ടൻ്റെ തോന്നുന്നുണ്ട്. ചേട്ടൻ ആളുടെ പ്രൈവറ്റ് ജെസ്കിയാണത്. അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിള്ളേരെ ഇതിന് ജെസ്കി ഓടിക്കണമെന്ന് പറഞ്ഞു. ഇതിൽ ജെസ്കി ഓടിക്കണോ? തന്നെ വേണ്ടേ? ഇത് തന്നെ ഓടിക്കാവുന്ന കേസോടി. ദിസ് ഈസ് സോ സിമ്പിൾ. കയറി ഇവിടെ ഇരിക്കുക. ഇത് അങ്ങോട്ട് കൊണ്ടൊക്കെ ആക്സിലേറ്റർ പോതങ്ങ് പോവും. കണ്ടോ? എനിക്ക് അലിസിനോടെ കയറി ഇരിക്കണ മുങ്ങില്ലല്ലോ. ഇത് ജെസ്കിലിരിക്കണല്ലോ. മണ്ണെണ്ണ പെട്രോൾ ഇതല്ലേ. ഇത് നോക്ക്, അമ്മയും മോള് കയറി വണ്ടി നോക്ക്, കയറി ഇരിക്ക. എന്നിട്ട് വേറൊരു ട്രാജഡി തീർന്നില്ലേ, ഇവിടെ കയറിട്ട് പൂട്ടിണ്ട് ഓടിപ്പോയിട്ടിരിക്കേ ഇരിക്കണ്. ഓക്കെ അല്ലേ? ഞാൻ ഫോട്ടോ എടുത്ത് തരാം. അലിസ് ബീച്ചിൽ ഇങ്ങനെ നടക്കട്ടെ. അവള് നമ്മള് പുറകിലുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താവുന്നുണ്ട്. പൊക്ക അവിടെ ഉണ്ട് ധൈര്യമായിട്ട് പൊക്കോ. ഓക്കെ. അങ്ങ് വൈഡ് ബീച്ചാ ചതി. നല്ല ധൈര്യം. ഇപ്പൊ സ്വിമ്മിങ് ഒക്കെ പഠിച്ച കാരണോ
ആ അലിസിന് സ്വിമ്മിങ് ഒക്കെ പഠിച്ചോണ്ടേ ആള് ധൈര്യം അയാൾക്ക്. അലീസ നീന്തടാ. സ്വിം ആണോ? ഓക്കെ, സ്വിം ചെയ്തോ. അലിസ് പൂളൊക്കെ മാറി അലിസ് ഇപ്പൊ കടലിലാണ് നീന്തല്. കടലിൽ ഈ സ്വിമ്മിങ് ഇൻ ദ സീ. വാ സൺസെറ്റ് ഇന്ന് 8:30-ക്കാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ സമയം ഏകദേശം 8:04 ആയി. 8:30 ആണ് സൺസെറ്റ്. ഇവരെല്ലാവരും ഇവിടുന്ന് സൺസെറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പിരിയുള്ളൂ. അല്ല നമ്മൾ സൺസെറ്റ് കണ്ടിട്ട് പോകാന്നുള്ള പരിപാടിയാണ്. സൺസെറ്റ് കാണാൻ വേണ്ടി ആ റെസ്റ്റോറൻറ്റിൽ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഈ ബീച്ച് എൻജോയ് ചെയ്തിട്ട് റിലാക്സ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കിലാണ് ടാമ്പ എയർപോർട്ട്. ഇവിടുന്ന് അങ്ങോട്ട് ജെറ്റ്സ്കി ഒക്കെ ഇറക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആ ബ്രിഡ്ജൊക്കെ കയറി ഇത് നേരെ പോകുന്നത് ക്ലിയർ വാട്ടർ ബീച്ചിലേക്കാണ്. ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായി. ഇതാണല്ലോ ആൾക്കാർ ഈ ബീച്ചിലിങ്ങനെ ചൂടൊക്കെ പോയപ്പോൾ കുറച്ച് കുറഞ്ഞപ്പോൾ ആൾക്കാർ കൂടി വരികയാണ് അവിടെ. ഞങ്ങൾ വരുമ്പോൾ ഇത്ര ആൾക്കാർ കൂടി ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആളുകൾ കൂടി വരും. അവിടെ കപ്പിൾസ് ഇതേ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണം. കണ്ടോ ഞങ്ങൾ ആ ബീച്ചിൻ്റെ കരയുടെ അവിടെ നിന്ന് ഇത്രയും ദൂരം വന്ന് ഉള്ളിലേക്ക്. അലിസ് നിൽക്കണമെങ്കിൽ അലിസിനെ അരയ്ക്കപ്പോൾ വെള്ളമുള്ളൂ അവിടെ. അതാണ് ഏറ്റവും വലിയ കോമഡി. ഇത്രയും ദൂരം വന്നിട്ടും അലിസിനെ നിനക്ക് മുട്ടിന് താഴെയല്ലോ വെള്ളം? മുട്ടിന് താഴെയുള്ളൂ. മുട്ടിന് മുകളിലേക്ക് അലിസുവിനെ അതെ അലിസുനിപ്പോൾ അരയ്ക്ക് മുകളിലേക്ക് വന്നു. അലിസു കം ഹിയർ. അപ്പോൾ ഇത് ഈ വീഡിയോ ബെൻറ്റി ഡേവിസ് ഐലൻഡ് ബീച്ചിലേക്ക് ഞാൻ ഫസ്റ്റ് റീൽ ചെയ്തപ്പോൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞു പിള്ളേരെയും കൊണ്ടുകൂടെ വരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരെയും അമ്മേനെ കൊണ്ടുകൂടെ വന്നിട്ടുണ്ട്. അലിസുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ അലിസ് കണ്ടില്ലേ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു യാത്ര ഈവനിങ് ഞങ്ങൾ വന്നിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നത്. അത് നമുക്ക് ഇനിയും വലിയ വീഡിയോസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും ബൈ.